പാലക്കാട്ടെ കൊടും ചൂടിലും ദാഹമകറ്റാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ ഒരു യുവാവ് ജീവിതം തള്ളി നീക്കുന്നു. ഇരുവൃക്കകളും തകരാറിലായ പാലക്കാട് ഒറ്റപ്പാലം കുളത്തുങ്കൽ വീട്ടിൽ സന്തോഷാണ് ഈ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഇനി ഒരു വഴിയുള്ളൂ. ഭാര്യ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള പണം എവിടെ കണ്ടെത്തുമെന്നാണ് ഇവർക്ക് അറിയാത്തത്. ഈ മാസം എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും പേസിലാതെ ഇരുന്നതായിരുന്നു. അതുകൊണ്ട് ഈ ഫെബ്രുവരി 8-ാം തീയതി ആക്കിയതാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനുള്ള കിഡ്നി കൊടുക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എൻ്റെ മക്കളെ എല്ലാവരും സഹായിച്ച്, സഹോദരന്മാരായാലും കൂടെപ്പറപ്പുകളായാലും അമ്മയും പെങ്ങന്മാരുള്ള കൂടെപ്പറപ്പുകളായാലും എന്തുമാന സഹായം നിങ്ങളുടെ അടുത്ത് തേടുന്നു ഞാൻ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലാണ് ചൂട് കൂടുതലാണ്. ഒരു ഗ്ലാസ് അല്ല, എനിക്ക് ദാഹം മാറുന്നവരെ വെള്ളം കുടിക്കണം. അതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. വെള്ളം കുടിച്ചാൽ വയർ വീർത്ത് ആ ദിവസം മൊത്തം അസഹ്യമായ വേദനയാകും. അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം ഒഴിവാക്കിയാണ് ഇപ്പോഴത്തെ ജീവിതം. നിർമ്മാണ തൊഴിലാളിയായ സന്തോഷിന് 10 വർഷം മുൻപാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അടുത്തിടെ രോഗം മൂർച്ഛിച്ചു. ഡയാലിസിസ് ആരംഭിച്ചതോടെ പിന്നെ ജോലിക്ക് പോകാൻ കഴിയാതെയായി. ജീവിക്കാൻ സുമനസ്സുകൾക്ക് മുന്നിൽ കൈകൂപ്പുകയാണ് സന്തോഷ്. എൻ്റെ കുട്ടികളെ കൂടെ ഒന്ന് ജീവിക്കുമാണ് കുറച്ച് കാലം കൂടി. ആ സർജറി കഴിഞ്ഞാൽ വന്ന് കിടക്കാൻ ഒരു ഇടയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് പറഞ്ഞ മാതിരി തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും മാറിയാലൊക്കെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. കാണുന്നവർ ഒന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. ഭാര്യ രമ്യ വൃക്ക നൽകാൻ തയ്യാറാണ്. മറ്റു പരിശോധനകളും കഴിഞ്ഞു. 2 തവണ ശസ്ത്രക്രിയ നിശ്ചയിച്ചെങ്കിലും പണം തികയാത്തതിനാൽ നടത്താൻ കഴിഞ്ഞില്ല. ഇനി മാറ്റിവെക്കാനുമാകില്ല. സന്തോഷിന് മുന്നിലുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. ഞങ്ങൾ സർജറി കഴിഞ്ഞാൽ വന്ന് കിടക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണം എനിക്ക് പറയാനുള്ളൂ. എനിക്കാണ് 2 ചെറിയ കുട്ടികളാണ്. എനിക്ക് വരുമാനം പറഞ്ഞാൽ വേറെ ജോലിയൊന്നും ഇല്ല. ഞാനിപ്പോൾ തുണിസഞ്ചിയൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. ആൾക്കാർ സഹായിക്കും. ഒരു കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഡയാലിസും കാര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫണ്ടായിട്ടില്ല, ആ ഒരു വിഷമമുള്ളത്. മാർച്ച് ആദ്യ പകുതിക്ക് മുൻപ് ശസ്ത്രക്രിയ നടത്തണം. 10 ലക്ഷം രൂപയ്ക്കടുത്ത് ഇനിയും സമാഹരിക്കണം. ഓടി നടക്കുകയാണ് സന്തോഷിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും. സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും. 24 പാലക്കാട്.